ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ പരിശീലകർക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്. പറയാൻ കാരണം പല പ്രശസ്തരായ പരിശീലകരെയും ക്ലബ്ബുകൾ പുറത്താക്കി എന്നുള്ളതാണ്. നമുക്കറിയാം, ഫിലിപ്പെ ലൂയിസ് ഫ്ലമംഗോയുടെ പരിശീലകനായിരുന്നു. ഫ്ലമംഗോ ഒന്ന് പിറകിലേക്ക് പോയപ്പോൾ ഫിലിപ്പെ ലൂയിസിനെ മാനേജ്മെൻറ്റ് പുറത്താക്കി. അതിന് പിറകിൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും ഫിലിപ്പെ ലൂയിസിന് പരിശീലക സ്ഥാനം നഷ്ടമായി. അതുപോലെ തന്നെ ടിറ്റെ ക്രുസൈറോയുടെ പരിശീലകനായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ ക്രുസൈറോ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതോടുകൂടി അദ്ദേഹത്തെയും ടീം പുറത്താക്കി. ഇപ്പോഴിതാ മറ്റൊരു ബ്രസീലിയൻ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർക്കും തൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. ഇതുവരെ കൊറിന്ത്യൻസിനെയായിരുന്നു അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത്. കൊറിന്ത്യൻസ് മോശം പ്രകടനം നടത്തിയതോടുകൂടി ഡൊറിവാൽ ജൂനിയറെയും ക്ലബ്ബ് പുറത്താക്കി എന്നുള്ള ഒരു വാർത്തയാണ് ബ്രസീലിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും കൊറിന്ത്യൻസിന് വേണ്ടിയുള്ള ഡൊറിവാലിന്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 66 മത്സരങ്ങൾ, അതിൽ 26 മത്സരങ്ങളിൽ മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത്. 19 സമനിലകളും 21 തോൽവികളും വഴങ്ങേണ്ടി വന്നു. 49 മാത്രമാണ് വിജയ ശതമാനം. 71 ഗോളുകൾ നേടിയപ്പോൾ 61 ഗോളുകൾ കൺസീഡ് ചെയ്തു. 27 ക്ലീൻ ഷീറ്റുകൾ നേടി. 130 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 100 ബിഗ് ചാൻസുകൾ വഴങ്ങി. 10.9 ഷോട്ട്സ് പെർ ഗോൾ വരുന്നു. 12.5 ഷോട്ട്സ് പെർ ഗോൾ കൺസീഡഡ് വരുന്നു. അതുപോലെ തന്നെ 55.9% പൊസഷൻ വരുന്നത്. 2 കിരീടങ്ങൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കൊറിന്ത്യൻസ് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞു. പുതിയ ഒരു പരിശീലകനെ അവർക്ക് ആവശ്യമുണ്ട്. ഫെർണാണ്ടോ ഡിനിസിനെ അവർ പരിഗണിക്കുന്നു എന്ന ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഫെർണാണ്ടോ ഡിനിസ്. ഏതായാലും ബ്രസീലിയൻ ഫുട്ബോളിൽ ഇപ്പോൾ അത്ര നല്ല സമയമല്ല പ്രശസ്തരായ പരിശീലകർക്ക്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.